ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഇരയായ മുഹമ്മദ് ഖാസിമിന്റെ പരാതിയിൽ പോലീസ് ഇന്നുവരെ കേസെടുത്തിട്ടില്ല. പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ വേട്ടക്കാരായ CPM എന്ന പാർട്ടിയുടെ നേതാവ് ഭാസ്കര മാഷ്ട പരാതിയിലാണ്. അപ്പം നീതി കിട്ടാൻ വേണ്ടിയും ഇത്രയും കാര്യങ്ങൾ പുറത്തു വരാൻ പോലും ഹൈക്കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇത് പോലീസിൻ്റെ കൃത്യവിലോപത്തിൻ്റെയും അനാസ്ഥയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. മാത്രവുമല്ല, വടകരയിലെ പോലീസ് ആരെയോ പേടിക്കുന്നു. വടകരയുടെ പോലീസിൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സംശയവുമില്ല, CPMന്റെ ഒരു പോഷക സംഘടനയെ പോലെയാണ് വടകരയിലെ പോലീസ് ഈ കാര്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് ഒരു അധ്യാപകനാണ്. വടകരയിലെ നിങ്ങൾക്കറിയാം, ഇന്നലെ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ 4 വാട്സപ്പ് ഗ്രൂപ്പുകളുടെ പുറമെ വന്നൊരു പേര് വടകരയിലെ DYFI ബ്ലോക്ക് പ്രസിഡന്റ് പേരാണ്. അദ്ദേഹത്തിന് പിടിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചെടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കൊലപാതകയെ അറസ്റ്റ് ചെയ്യുന്നില്ല, കൊലപാതകം ചെയ്യാൻ വന്ന ഇന്നോവ കാറിനെ കസ്റ്റഡിയെടുത്ത് കേസെടുക്കുന്നു. അതേ നയമാണ്, അതേ പരിപാടിയാണ് ഈ കാര്യത്തിൽ വടകര പോലീസ് ചെയ്തിരിക്കുന്നത്. 100%. കാരണം എന്താ വെച്ചാൽ, ഇത് CPM കുറേ കാലങ്ങളായി നാട്ടിൽ ചെയ്യുന്നതാണ്. വ്യക്തിഹത്യ, വർഗീയ ധ്രുവീകരണ ശ്രമം, എന്തെങ്കിലും ഒരു വോട്ടിനോ നേട്ടത്തിനോ വേണ്ടിക്കൊണ്ട് എന്ത് വൃത്തികേടും നടത്താൻ മടിക്കാത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇതിലൂടെ ഇത് പൂർണ്ണമായും പുറത്തു വരുമെന്ന് CPM ഭയക്കുന്നു. CPMന്റെ ഭീതിക്കൊപ്പം വടകരയിലെ പോലീസ് നിൽക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, പോലീസ് അത് ഹൈക്കോടതിയിൽ മുഹമ്മദ് ഖാസിം പാറക്കൽ അബ്ദുള്ള മുൻകൈയെടുത്ത് ഹർജി കൊടുത്തപ്പോഴേ ചെയ്യുന്നുള്ളൂ. ഇത് എന്തിനായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി വരെ കാത്തുന്നത്? പോലീസ് നിഷ്പക്ഷമായിരുന്നുവെങ്കിൽ എന്തിന് ഹൈക്കോടതിയിൽ മുഹമ്മദ് ഖാസിം ഹർജി ഫയൽ ചെയ്തവരെ ഈ റിപ്പോർട്ടോ ഈ നടപടിയെടുക്കാൻ വൈകി? അതൊരു വലിയ ചോദ്യം ഇതിൻ്റെ അകത്ത്. അതുമാത്രവുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതെന്താ ചെയ്തിരിക്കുന്നത്? സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണവും വർഗീയ സ്പർദ്ധയും വർഗീയ ലഹളയും ഉണ്ടാക്കാൻ മാത്രം എത്രയും ഗുരുതരമായ സാധ്യതയുള്ളൊരു പോസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത്. ഇരട്ടച്ചങ്കനെന്ന് വാട്സപ്പിൽ പോസ്റ്റിട്ടവനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയെടുത്ത് കേസെടുത്ത നാടാണ് ഈ നാട്. ആ നാട്ടിലാണ് മതസ്വകാര്യത്തിന് പേരുകെട്ട ഈ മണ്ണിൽ മതസ്പർദ്ധ പുലർത്തുന്ന ഈ പരാമർശം നടത്തിയതിനെതിരെ പോലീസ് കയ്യും കിട്ടി നോക്കി നിൽക്കുന്നത്. UDF അടിയന്തരമായി ചേരുന്നുണ്ട്. വടകരയിലെ പ്രതിഷേധ സമരം UDF ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കും. ഒരു സംശയവുമില്ല, ഞങ്ങൾ തുടക്കത്തിലേ പറയുന്നുണ്ട്, യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ വന്ന് മാതൃകാപരമായി ശിക്ഷിക്കുന്ന പോരാട്ടവുമായി കോൺഗ്രസും UDF മുന്നോട്ട് പോകും. ഈ വിഷയത്തിൽ ഇപ്പം